ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എ പ്ലസ് ഫിസിക്സ്. ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ വരുന്ന സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടു. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇഫ് സപ്പോസ് യു കണക്റ്റഡ് ഇൻ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്. പാരലായിട്ട് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്താൽ അതിലുണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആസ് എ സ്റ്റാർട്ടിങ് ഞാൻ കോമ്പിനേഷൻസ് ഉണ്ട്, അത് റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയി കണക്ട് ചെയ്യാം, പാരലായിട്ട് കണക്ട് ചെയ്യാം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ക്ലിയർ ആണ്, പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് റെസിസ്റ്റേഴ്സ് ആർ ഇൻ പാരലൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പാരലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റെസിസ്റ്റർ ഇത് സപ്പോസ് ദിസ് ഇസ് അവർ ഫസ്റ്റ് റെസിസ്റ്റർ, മറ്റൊരു റെസിസ്റ്റർ, ഇങ്ങനെ ഒരു 3 റെസിസ്റ്റേഴ്സിന് നമുക്ക് എടുക്കാം. ഓക്കെ, 3 റെസിസ്റ്റേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പം 3 റെസിസ്റ്റേഴ്സിനെ എങ്ങനെയാണ് പാരലൽ കണക്ട് ചെയ്യുക? സീരീസ് എങ്ങനെയായിരുന്നു? സീരീസ് കണക്ഷൻ, വൺ ആഫ്റ്റർ അനദർ, റൈറ്റ്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പാരലൽ കണക്ഷൻ പാരലലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫസ്റ്റ് പോയിന്റ് ദേ ആർ ഇൻ പാരലൽ. ഇവിടെ R1ഉം R2ഉം R3ഉം പാരലലാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഈ 3 ഉണ്ടെങ്കിൽ ഈ മൂന്ന് റെസിസ്റ്റേഴ്സിനും ഒരു കോമൺ പോയിന്റ് ഉണ്ടാവും. സോ ഹിയർ ദ കോമൺ പോയിന്റ് ആർ ദിസ് A ആൻഡ് B ഇസ് ദ കോമൺ പോയിന്റ്. ഓക്കെ, എയും ബിയും ആണ് ഇവിടുത്തെ കോമൺ പോയിന്റ്. ഈ എ ബി എന്ന് പറയുന്ന കോമൺ പോയിന്റിൽ നിന്നുമാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യുന്നത്. ആൻഡ് എ കീ, ഒരു കീയും ഒരു ബാറ്ററി. സോ ദിസ് ഇസ് ദ സർക്യൂട്ട്. അപ്പം ഇവിടെ നമുക്ക് പറയാം 3 റെസിസ്റ്റേഴ്സ് R1, R2, R3 വിത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് R1, R2, R3 ആർ ഇൻ പാരലൽ. ഓക്കെ, ഇത് പാരലലാണ്. ഇനി അടുത്തത് ഇവിടെ നമ്മളൊരു വി വോൾട്ടേജ് കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ദിസ് ഇസ് കീ. വി വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, കറസ്പോണ്ടിങ് ഐ കറണ്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ബ്രാഞ്ചിലേക്കും വരുന്ന കറണ്ടിനെ നമുക്ക് ഇതിന് I1 എടുക്കാം, ദിസ് ഇസ് I2 എന്നെടുക്കാം, ദിസ് ഇസ് I3. കറസ്പോണ്ടിങ് വോൾട്ടേജ് V1, V2 ആൻഡ് V3. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് അവർ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? ഇങ്ങനെ സീരീസ് ആയി പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? അതാണ് നമ്മളിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ നമ്മൾ സീരീസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഇക്വേഷൻസ്. ഏതായിരുന്നു 2 ഇക്വേഷൻ അല്ല, 2 കണ്ടീഷൻസ്. എന്തായിരുന്നു അത്? കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് സം ആയിരിക്കും. ഇവിടെ നേരെ തിരിച്ച് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ കറണ്ട് സം ആയിരിക്കും, വോൾട്ടേജ് ആണ് സെയിം. അതായത് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ആദ്യത്തെ ബ്രാഞ്ചിലുള്ളതും രണ്ടാമത്തെ ബ്രാഞ്ചിലുള്ളതും മൂന്നാമത്തെ ബ്രാഞ്ചിലുള്ളതും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് വോൾട്ടേജസ് ആർ ഈക്വൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരീസിൽ ഇത് കറണ്ട് ഈക്വൽ ആയിരുന്നു, ഇവിടെ കറണ്ട് സം ആണ്. ടോട്ടൽ കറണ്ട് ഇസ് ഈക്വൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഫസ്റ്റ് റെസിസ്റ്റേഴ്സ് പ്ലസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സെക്കൻഡ് റെസിസ്റ്റേഴ്സ് പ്ലസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ തേർഡ് റെസിസ്റ്റേഴ്സ്. ദിസ് ഇസ് ദ 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ലൈക്ക് സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ സംഗതി. എന്ത്? V is equal to V1 is equal to V2 is equal to V3. കറണ്ട് സെയിം ആണ്, അതുപോലെ തന്നെ വോൾട്ടേജ് സെയിം ആണ്. കറണ്ട് എന്ന് പറയുന്നത് സം ഓഫ് ദ കറണ്ട്. ഇനി നമ്മൾ എന്തായിരുന്നു അവിടെ ചെയ്തിരുന്നത്? സീരീസിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? സീരീസിൽ എന്താണോ ആഡ് ചെയ്യാൻ വരുന്നത്, ദാറ്റ് മീൻസ് സം വരുന്നത്, അതിനെ നമ്മൾ എടുത്തെഴുതുന്നു, എന്നിട്ട് ഓംസ് ലോ പ്രകാരം അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അത് എഴുതി നോക്കാം. That means here we have I is equal to I1 plus I2 plus I3, right? ഇനി ഓംസ് ലോ പ്രകാരം what is I? ഓംസ് ലോ പ്രകാരം എന്തായിരുന്നു I എന്ന് പറഞ്ഞാൽ V by R അല്ലേ? അങ്ങനെയാണെങ്കിൽ what is I1? എന്താണ് I1 എന്ന് പറഞ്ഞാൽ V1 by R1. What is I2? V2 by R2. What is I3? V3 by R3.
ഓക്കെ, അപ്പം കറണ്ട് ഓംസ് ലോ പ്രകാരം കറണ്ട് എന്ന് പറഞ്ഞാൽ V/R. അപ്പം നമുക്ക് അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? V/R is equal to V1/R1 plus V2/R2 plus V3/R3. ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കറണ്ട് സെയിം ആണ്, ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള വാല്യൂസ് എല്ലാം സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ ന്യൂമറേറ്ററിലുള്ള വാല്യൂസിനെല്ലാം നമുക്ക് ഒഴിവാക്കാം. കാരണം എന്താണ്? ദാറ്റ് ഈസ് സെയിം. സോ ദ ഇക്വേഷൻ വിൽ ബിക്കം 1/R is equal to 1/R1 plus 1/R2 plus 1/R3. ഇത് വലിയ സംഭവമൊന്നുമല്ല. എന്താ നമ്മൾ ചെയ്തത്? ഓംസ് ലോ എടുക്കുന്നു, ഓംസ് ലോയിൽ നിന്നും എന്ത് ചെയ്യുന്നു? പിന്നെ നമ്മുടെ ഇക്വേഷനിലേക്ക് വേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിന് വി കോമൺ ആയതുകൊണ്ട്, വി സെയിം ആയതുകൊണ്ട് വി ഒഴിവാക്കുന്നു. യു വിൽ ഗെറ്റ് 1/R is equal to 1/R1 plus 1/R2 plus 1/R3. ഓക്കെ, ഇഫ് സപ്പോസ്, ഇനി ഞാൻ അടുത്ത കണ്ടീഷൻ എടുക്കാൻ പോവുകയാണ്. ഇഫ് സപ്പോസ് ഇഫ് റെസിസ്റ്റേഴ്സ് R1 is equal to R2 is equal to R3 is equal to R. റെസിസ്റ്റേഴ്സ് സെയിം ആണെങ്കിൽ എങ്ങനെ കിട്ടും? The effective resistance 1/R. ഇത് പാരലൽ ആയതുകൊണ്ട് ഞാൻ 1/RP എന്ന് വിളിക്കും, which is equal to 1/R plus 1/R plus 1/R. അപ്പം ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ സെയിം ആണ്. അപ്പം എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. So what you will get? This is equal to 3/R. 1/RP is equal to 3/R. This is our effective resistance. So സീരീസ് ആയിട്ട് നിങ്ങൾ പാരലൽ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ മെയിൻ ഇക്വേഷൻ. ഇഫ് 3 resistors are different, if 3 are same, then this 1/RP is equal to 3/R. ഓക്കെ, ഇതാണ് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇനി ഇൻസ്റ്റെഡ് ഓഫ് 3 resistors, if you have n resistors, n resistors ഉണ്ട് എന്ന് വിചാരിക്കുക. n എന്ന് പറഞ്ഞാൽ 100, 200 എത്രയാവാം. n resistors ഉണ്ടെങ്കിൽ what is our effective resistance? 1/RP is equal to 3ക്ക് പകരം n വരും, n/R, where n is the number of resistors. Okay, is this clear? Yes. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ resistors are in parallel, then each of them have a common point. ഒരു കോമൺ പോയിന്റിലായിരിക്കും അതിൻ്റെ ബാറ്ററിയും ബാക്കിയുള്ള സംഗതിയൊക്കെ കണക്ട് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു മെഷ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക്, അതാണ് എന്ത് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? 2 കണ്ടീഷൻ എടുക്കുന്നു. ഇവിടെ സീരീസിൽ കറണ്ട് സെയിമും വോൾട്ടേജ് സമ്മും ആയിരുന്നു. ഇവിടെ വോൾട്ടേജ് സെയിമും കറണ്ട് സമ്മും ആണ്. ദെൻ ഓംസ് ലോ പ്രകാരം ആ സം ആയിട്ടുള്ള കറണ്ടിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷം സോൾവ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് ദ ആൻസർ. Okay, this is what our effective resistance when 3 resistors are connected in parallel. Okay, ഇത് ഇപ്പം നമ്മൾ സീരീസും കഴിഞ്ഞു, പാരലും കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യണം ഇൻ കണക്ഷൻ വിത്ത് ദ സീരീസ് ആൻഡ് പാരലൽ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാണ്ട്. സോ അത് നമ്മൾ ടെലഗ്രാമിൽ ചെയ്യും. അതിനുശേഷം വീണ്ടും നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണും. ഓക്കെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.